പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സന്തോഷമായിരിക്കുന്നല്ലോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങോട്ട് നോക്കിക്കേ, ചില വലിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ട് പിതാവാം ദൈവം അങ്ങ് ദൂരെ പോയി മാറിയിരിക്കത്തൊന്നുമില്ല. അവിടുന്ന് നിങ്ങൾക്ക് മുമ്പായി നടന്ന് നിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങളെ ക്രമീകരിക്കും. അവിടുന്ന് സകലതും ചെയ്യും. ഒന്ന് ദൈവകരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാമോ? ജസ്റ്റ് ഒന്ന് നിന്നു കൊടുത്താൽ മതി, അപ്പ സകലതും ചെയ്യും. ഈ വലിയ ഉത്തരവാദിത്തങ്ങൾ എങ്ങനെ ഞാൻ ചെയ്യും, ഇത് എന്നെക്കൊണ്ടാവില്ല, അതിനുള്ള ജ്ഞാനം എനിക്കില്ല എന്നൊന്നും പറയണ്ട. അവിടെ സമാധാനമായിട്ടിരിക്കുക. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. അവിടുന്ന് സകലതും ചെയ്യും. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 18-ാം വചനം ഒന്ന് വായിച്ചു നോക്കണേ. അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ചെങ്കടലിനരികെ മരുഭൂമിയിൽ കൂടി ജനത്തെ ദൈവം ചുറ്റി നടത്തി. നമ്മൾ മോശയ എല്ലായിടവും കാണുന്നതല്ലേ, ജനത്തിന് നേതൃത്വം കൊടുക്കുന്ന മോശ, അനേക ലക്ഷം ജനത്തെ നയിക്കുന്ന മോശ. പക്ഷെ നോക്കിക്കേ, ആ മരുഭൂമിയിൽ ജനത്തെ നയിച്ചത് സാക്ഷാൽ ദൈവമാ. എന്നാൽ ഒരു ലീഡറായി, ഒരു നേതൃത്വ സ്ഥാനത്ത് നിൽക്കേണ്ടവനായി ദൈവം മോശയെ അപ്പോയിന്റ് ചെയ്ത് തന്നെ ജനത്തിന്റെ മുമ്പാകെ നിർത്തി. പക്ഷേ കാര്യങ്ങളൊക്കെ ചെയ്തതും നയിച്ചതും എല്ലാം ദൈവം, എല്ലാം ദൈവത്തിന്റെ പ്ലാൻ. അതേ പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ ഭാരപ്പെടേണ്ട. നിങ്ങളൊന്ന് നിന്നു കൊടുത്താൽ മതി, കർത്താവിന്റെ കരത്തിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. ശരിയാ, അനേക ആയിരങ്ങളുടെ മുന്നിൽ, അനേക ലക്ഷ്യങ്ങളുടെ മുമ്പിലൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തിത്വമായിരിക്കാം നിങ്ങൾ. പക്ഷേ നിങ്ങളല്ല നിൽക്കുന്നത്, കർത്താവാ. കർത്താവിന്റെ പിന്നിൽ നിങ്ങൾ നിന്നാൽ മതി. അവിടെ ഇരുന്നൊന്ന് പറഞ്ഞേ, ഞാനോ കുറയട്ടെ, എന്നിൽ എൻ്റെ ദൈവം വളരട്ടെ. ഹല്ലേലൂയ. ഞാൻ മറഞ്ഞിരിക്കട്ടെ, എന്നിൽ എൻ്റെ ദൈവം വെളിപ്പെടട്ടെ. പ്രൈസ് ഗോഡ്. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ ധൈര്യത്തോടെ മുന്നോട്ട് പോകും. നിങ്ങളെ ഏൽപ്പിച്ച സകല ഉത്തരവാദിത്തങ്ങളും മനോഹരമായി ചെയ്യുവാൻ ദൈവ സാന്നിധ്യം കൂടെയുണ്ട്. അവിടുന്ന് നിങ്ങളെ ബലപ്പെടുത്തും, നിങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കും. പ്രാർത്ഥിക്കുക. പരിശുദ്ധ പിതാവേ, മോശയോട് കൂടിയിരുന്ന ദൈവമേ, മരുഭൂമിയിൽ അവിടുത്തെ ജനത്തെ നയിച്ച നാഥ, പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നി തൂണായി ജനത്തിന്റെ കൂടെ സഞ്ചരിച്ച ദൈവ സാന്നിധ്യമേ, വിക്കനായ മോശയുടെ നാവിനെ ബലപ്പെടുത്തിയ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. എൻ്റെ പ്രിയർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനേക ഉത്തരവാദിത്തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, ഏറ്റെടുത്തിരിക്കുന്ന, ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന അങ്ങയുടെ പൊന്നു മക്കളെ ഈ ദിവസങ്ങളിൽ ശക്തിയോടെ നിർത്തണമേ. ദൈവിക ജ്ഞാനം, ദൈവിക ധൈര്യം അവരുടെ മേൽ അങ്ങ് അധികമായി പകരുന്നതിനായി സ്തോത്രം. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു കർത്താവേ. മഹത്വ അപ്പായിക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. Bless you.